ഹലോ, ഇത് റോബിനാണ്. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടാക്കിയിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് വെബ്സൈറ്റിൽ പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. ആ വീഡിയോ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആദ്യമേ തന്നെ ആ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ വീഡിയോ ആദ്യമേ കാണണം. അതിൽ കണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ട് നിങ്ങളുടെ സ്വയം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യമേ തന്നെ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്തിനെങ്കിലും പറ്റിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. കുക്കിങ്ങിനെ പറ്റി, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി, കുക്കിങ്ങിനെ പറ്റിയാവാം, ഫിഷിങ്ങിനെ പറ്റിയാവാം, വണ്ടികളെ പറ്റിയാവാം, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷനോ നിങ്ങളുടെ പ്രൊഫഷനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമുള്ള കാര്യങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ഭംഗിയുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുക, ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് കണ്ടൻറ്റ് ആഡ് ചെയ്ത് അങ്ങനെ അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ യുവർ ഓൺ എന്ന് പറഞ്ഞ എൻ്റെ ടൈറ്റിലിൻ്റെ ഒന്നാണ് എൻ്റെ ഓർമ്മ. അത് നിങ്ങൾ നോക്കുക, എൻ്റെ വീഡിയോയുടെ ലിസ്റ്റിൽ കിടക്കുന്നു. അപ്പോൾ ആ വീഡിയോ ആദ്യം കാണുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ പരസ്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതിനാദ്യം ചെയ്യേണ്ടത് ആ വീഡിയോ കാണുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് ഈ വീഡിയോ കാണുക. ഇതിൽ നമുക്കെങ്ങനെ ഇതിൽ പൈസ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പരസ്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ആളുകൾ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ ഓരോ ക്ലിക്കിനും നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അവരൊന്ന് പരസ്യത്തെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ആ പൈസ കിട്ടുള്ളൂ. നമുക്ക് തന്നെ സ്വയം ചെന്ന് നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന പൈസ ഉണ്ടാവും എന്ന് ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടൊക്കെ സസ്പെൻഡഡ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ പാടുള്ളൂ. ബാക്കി വേറെ ആളുകൾ വേണം വന്ന് ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ക്ലിക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഒരു തോന്നൽ ആർക്കും ഉണ്ടാവരുത്. അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും ചെയ്തേക്കരുത്. അപ്പോൾ പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കി കിടക്കുന്ന സൈഡുകളിലും നമ്മുടെ എഴുതിയിരിക്കുന്ന ടോപ്പിക്ക് തീരുന്നതിൻ്റെ എൻഡിൽ അടിയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ പരസ്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗൂഗിളിൽ ചെന്നിട്ട് ഇലീവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യണം, എന്നിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം വരുന്ന റിസൾട്ടിൽ elivers.com അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് കാണും. അതെടുക്കുക. ഇവരാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ തരിക നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇവരാണ് നിങ്ങൾക്ക് പൈസയും പേ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിൽ താല്പര്യമുള്ള ആരെങ്കിലും വന്ന് വായിക്കുമ്പോൾ പരസ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ പൈസ തരുന്നത് ഈ കമ്പനിയാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, അഡ്വർടൈസറായിട്ടും പബ്ലിഷറായിട്ടും. നിങ്ങൾ പോകേണ്ടത് പബ്ലിഷറായിട്ടാണ് സൈനപ്പ് ചെയ്യേണ്ടത്, പബ്ലിഷറായിട്ട്. അപ്പോൾ മേളിലും ഇവർ ചോദിച്ചിട്ടുണ്ട് എന്തായിട്ട് സൈനപ്പ് ചെയ്യേണ്ടതെന്ന്, അഡ്വർടൈസറായിട്ട് വേണോ പബ്ലിഷറായിട്ട്. നിങ്ങൾ പബ്ലിഷറായിട്ടുള്ളത് വേണം സൈനപ്പ് ചെയ്യാൻ. കാര്യം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് അവർക്ക് കൊടുക്കുകയാണ്. അത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ ചെയ്യുന്നതും അല്ലാത്ത നമുക്ക് വല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് പേ ചെയ്യുന്നത്. പബ്ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് അനുവാദം കൊടുക്കുന്നു, അതിന് നമുക്ക് അവർ പൈസ തരുന്നു. അപ്പോൾ നമ്മൾ പബ്ലിഷറായിട്ടാണ് സൈനപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവർക്ക് പബ്ലിഷറായിട്ട് സൈനപ്പ് ചെയ്ത് ഓൾറെഡി ഒരു അക്കൗണ്ട് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹോം പേജ് കാണുന്നത്, ആ അക്കൗണ്ടിൻ്റെ. ഇപ്പോൾ എൻ്റെ $1.35 കിടക്കുന്നു. ഇത് ഞാനൊന്നും ചെയ്തതല്ല, ആരൊക്കെയോ ഒന്ന് എൻ്റെ വെബ്സൈറ്റിൽ വന്ന് വായിക്കുന്നതിൻ്റെ ഇടയിൽ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തതായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് കാണിക്കും എത്ര ക്ലിക്കുകൾ ഓരോ ദിവസം, ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 61 പേര് എൻ്റെ വെബ്സൈറ്റ് അന്ന് വന്ന് കണ്ടിട്ടും ആരും ആ പരസ്യത്തെ ക്ലിക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം വരുന്ന എല്ലാവരും പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യില്ല. ഇപ്പോൾ ഈ ദിവസം 55 പേര് വന്നതിൽ 5 പേര് എൻ്റെ പരസ്യത്തെ ക്ലിക്ക് ചെയ്തു. ആ 5 ക്ലിക്കിനുള്ള പൈസയാണ് 17 സെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഓരോ ക്ലിക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ പേജിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് പൈസ കിട്ടില്ല. പിന്നെ എങ്ങനെ പരസ്യങ്ങൾ ഉണ്ടാക്കണ്ടേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
ഇപ്പോൾ ഈ വെബ് ആഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഏത് വെബ്സൈറ്റിൽ, ഇപ്പോൾ ഞാൻ പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് വേറെ പരസ്യങ്ങൾ ഉണ്ടാക്കണ്ട, ഇതിൽ നിന്ന് തന്നെ ഈ പരസ്യങ്ങൾ തന്നെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെ പേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ആൻ ആഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാൻ പരസ്യത്തിന്, നമുക്ക് അറിയാനായിട്ട് എന്ത് ടൈപ്പ് പരസ്യം നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അത് ഇഷ്ടമുള്ള പേര്, അത് ഡസൻ മാറ്റർ. ഇത് ഏത് പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവണം നമ്മളിട്ടാണ് പരസ്യം എന്നുള്ളത്. പിന്നെ ഇതെല്ലാം അങ്ങനെ തന്നെ ചെക്ക് ചെയ്ത് വെച്ചേക്കാം. പിക്ചറുള്ളതും ഫോട്ടോ ഉള്ളതും ഇമേജുള്ള എല്ലാ പരസ്യവും നമ്മുടെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താമെന്നുള്ളതിൻ്റെ അനുവാദം കൊടുക്കലാണ്. പിന്നെ ഇവിടെ വരുന്നത് ഈ ബാനറുകൾ, അത് എങ്ങനത്തെ സൈസ് വേണ്ടതെന്നുള്ളത്. ഫുൾ സൈസ് ബാനറാണ്. അത് നിങ്ങൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിവിടെ ഈ ട്രൈ ചെയ്തതുകൊണ്ട് അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയി പോസ്റ്റ് ആവുമൊന്നുമില്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്താലേ പോസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് സൈസുകളിലും ഷേപ്പിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാ നിങ്ങളുടെ വെബ്സൈറ്റിന് പറ്റിയതെന്നും ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ സൈസിലുള്ള എടുക്കുക. പിന്നെ അത് സൈസുകൾ പറഞ്ഞിട്ടുണ്ട്, ഷേപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സൈസിനും ഷേപ്പിലുള്ളത് എടുത്തിട്ട് നമുക്ക് ആ പരസ്യത്തിൻ്റെ കളറ് മാറ്റാം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഇഷ്ടമുള്ള കളർ കൊടുക്കുമോ, അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് സേവ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കഴിയുമ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ പരസ്യം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പരസ്യം ഈ ലിസ്റ്റിൽ വന്ന് വീഴും. അപ്പോൾ ഇതേപോലെ പലപ്പോഴായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പരസ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ കിട്ടും, എഡിറ്റും കിട്ടും, വ്യൂ കോഡും കിട്ടും. നമ്മൾ വൺസ് ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഈ കോഡ് നമ്മളെ കാണിക്കും അവർ. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ കോപ്പി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് ഇവിടെ ഹോം പേജിൽ വരുമ്പോൾ വ്യൂ കോഡ് എന്നുള്ളതുമേ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് കിട്ടും. ഈ കോഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ സൗകര്യം പോലെ കോപ്പി ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വിബ്ലി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെല്ലുക. നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയ സൈറ്റ്, അവിടെ ചെന്ന് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സൈറ്റുകളെല്ലാം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഈ പരസ്യം പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതനുസരിച്ച് നിങ്ങളെ വെബ്സൈറ്റ് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ പോകണം, മണി മേക്ക് ഓൺലൈൻ ഫോർ ഫ്രീ. അത് ആ സൈറ്റ് എടുത്തു. സൈറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെബ്സൈറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കിട്ടും എനിക്കിവിടെ സൈഡിൽ. ആ വെബ്സൈറ്റും ഇവിടെ സൈഡിൽ കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും അടിയിൽ എനിക്കൊരു പരസ്യം പോസ്റ്റ് ചെയ്യണം, ഇവിടെ ഒരു പരസ്യം പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ $സൈൻ കാണിച്ചിരിക്കുന്ന ഇത് നോക്കും. ഇത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എംബഡ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാബുണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക, ഇതിങ്ങ് വലിച്ചു കൊണ്ടുവരിക, ഇവിടെ വിടുക. വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ HTML കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് കിട്ടും. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ കോഡ് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പരസ്യം വരും. ഇപ്പോൾ പരസ്യം അവിടെ വന്ന് കിടക്കുക. ഇനിയിപ്പോൾ ഈ പരസ്യത്തിൽ ആരെങ്കിലും വന്ന് എൻ്റെ സൈറ്റ് നോക്കുന്ന എൻ്റെ ഇടയിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ക്ലിക്കിനും എനിക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതപ്പോൾ പല ഷേപ്പിലും സൈസിലും ചിലപ്പോൾ നീളത്തിലുള്ളതുണ്ടാവും. അതാണ് ലീഡർ ബോർഡ് എന്നും പറഞ്ഞിട്ട് കിടക്കുന്ന ഈ പരസ്യങ്ങൾ. ലീഡർ ബോർഡ് ആകുമ്പോൾ വെബ്സൈറ്റിൻ്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നീണ്ടു നിൽക്കും, ഫുൾ കവറായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലീവേഴ്സിനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 24 മണിക്കൂർ നമ്മുടെ ഇതെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടെന്ന് തോന്നിയാലേ ഈ അക്കൗണ്ട് നമുക്ക് ആക്റ്റീവ് ആക്കി തരുള്ളൂ. ഈ അക്കൗണ്ട് അവർ ആക്റ്റീവ് ആക്കി തന്നാലേ നമുക്ക് ഇതേപോലെ പരസ്യങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ കോഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് വിബ്ലിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുക ഒരെണ്ണം, നമുക്ക് താല്പര്യമുള്ളൊരു ടോപ്പിക്കിനെ പറ്റി വിബ്ലി ഉപയോഗിച്ച്. എന്നിട്ട് ഈ ലീവേഴ്സിൽ വന്ന് നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുക.
അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കയറി ഇതേപോലെ പരസ്യങ്ങൾ ഉണ്ടാക്കുക. ലീഡർ ബോർഡോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ടൈൽസോ അങ്ങനെ ഏത് സൈസിൽ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ സൈസിൽ ഒരെണ്ണം ഉണ്ടാക്കി ഈ കോഡ് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വിബ്ലിയിൽ വന്ന് ഈ എഡിറ്റിംഗ് ഓപ്ഷനിൽ എംബഡ് കോഡ് വലിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ആക്റ്റീവാണ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോഴേ പരസ്യം ഇവിടെ ഓൾറെഡി വരും. പിന്നെ ആ പരസ്യം അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇങ്ങനെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്താൽ പൈസ കിട്ടുന്ന കാര്യമൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് വരുന്നു, നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുന്നു, കാര്യങ്ങൾ വായിക്കുന്നു, ഏറ്റവും അടിയിൽ വരുന്നു. ചിലപ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയാലും മതി, ഇതിലും വന്ന് മാറിപ്പോയാൽ ഓരോ ക്ലിക്കിനും എത്ര രൂപ വെച്ചാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഇന്നലെ എൻ്റെ വെബ്സൈറ്റിൽ എത്ര പേര് വന്നു അല്ലെങ്കിൽ എത്ര ക്ലിക്ക് കിട്ടി, എല്ലാ പൈസ ഉണ്ടായോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റവന്യൂ സമ്മറിയിൽ വന്ന് ഇലീവേഴ്സിൽ റവന്യൂ സമ്മറിയിൽ വന്ന് ലോഗിൻ ചെയ്തിട്ട് നോക്കിയാൽ അതിൽ പറയും നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്ര പേര് വന്നു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പൈസ ഉണ്ടായി ഓരോ ദിവസം, അങ്ങനെ എല്ലാം തന്നെ പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വഴി. നിങ്ങൾക്ക് പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് ഓരോ ക്ലിക്കിനും പൈസ. ഇതൊക്കെ ക്ലിക്ക് പെർ പേ ആണ്, PCP പരസ്യത്തിൻ്റെ പരിപാടികളാണ്. അത് ഓരോ ക്ലിക്കിനും പൈസ. അത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ അടിയിലാണെന്നില്ല, ഞാനിപ്പോൾ ഇത് അടിയിൽ നിന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പരസ്യങ്ങൾ വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ പല വെബ്സൈറ്റുകളിലൊക്കെ പോകുന്നതാണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പരസ്യങ്ങൾ സൈഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഈ സൈഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ഇഷ്ടവും എന്താ പറയുക, നമ്മുടെ ഒരു തോന്നലും പോലെ നമുക്ക് മാറ്റി മറിച്ച് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം. പരസ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് ഇലീവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കാരാണ്. അപ്പോൾ അവരത് ഇട്ടോളും, നമ്മളത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പരസ്യങ്ങൾ ഇല്ലാതെ ആവും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിൻ്റെ അകത്ത് എപ്പോഴും പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒന്ന് മാറി. അത് നിങ്ങളുടെ ഈ വെബ്സൈറ്റായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലുള്ള പരസ്യങ്ങളാവണമെന്നില്ല, പക്ഷേ പരസ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്ത് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് എഴുതുക, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് വഴി മെസ്സേജ് അയയ്ക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും മെസ്സേജ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.